പള്ളിക്കര ദേശനിവാസികളോട് സർവശക്തനായ ദൈവത്തിന് ഒരു സത്വർദ്ധമാനം അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഒരു പാട്ട് പാടി പ്രിയ അഭിലാഷ് ബ്രദർ നമ്മളെ കേൾപ്പിക്കും. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നാമത്തും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാപിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ തുടരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. ജീവശരീരത്തിന്റെ വിദ്യയെ മറയ്ക്കുന്ന ഭക്ഷണവസ്ത്രത്തിന്റെ വിദ്യയിലൊതുങ്ങാതെ വളരുക സോദര, വളരുക ജീവനിൽ സ്വന്തമാക്കിയിടുക സ്വർഗീയ ശരീരം. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാൻ. ചേർന്നിടാം നമുക്ക് ക്രിസ്തുവിൻ പാഠശാല, വഹിച്ചിടാം താൻ മുഖം പഠിക്കുവാൻ നാഥനോട് അനുഗമിച്ചിടുക. നാഥൻ കാൽച്ചുവടിലെ ജയിച്ചിടാം വിളങ്ങിടാം ദൈവത്തിൻ പുത്രരാൻ. നാമൂട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൂട്ടും ദൈവരാജ്യം
ഭരിക്കുവാൻ പോകുന്നേ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവാ രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. ഞാൻ വാഴും ഭൂമിയിൽ എന്നാഥനേശുവോട് നിത്യമാം രാജാവായി രാജാധിരാജൻ കീഴേ പ്രിയരേ ഒരുങ്ങുക. പറവാനിനി സമയമില്ല, മാറുക പൂർണ്ണമായി പുതിയ സൃഷ്ടിക്കുള്ളിൽ. നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. മരിക്കുന്ന ജഡമനുഷ്യ ഭരണങ്ങൾ തീരുന്നേ, മരിക്കാത്ത ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. ചതിയനാം പിശാചിന്റെ ദുർഭരണം തീരുന്നേ, സത്യമാം ദൈവത്തിൻ ഭരണം തുടങ്ങുന്നേ. നാമൊട്ടും ഭരണങ്ങൾ ഒടുങ്ങുന്നേ ഭൂമിയിൽ, നമ്മയൊട്ടും ദൈവരാജ്യം ഭരിക്കുവാൻ പോകുന്നേ. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. ഈ ഭൂഗോളത്തിലെ 7 വൻകരകളിൽ ഒരു വൻകരയായ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു ചെറു ഗ്രാമമായ ഈ പള്ളിക്കര കിഴക്കമ്പലം പഞ്ചായത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന ഈ ദേശം പ്രിയരെ, നിങ്ങളോടൊരു സദ്വർത്തമാനം അറിയിച്ച് കടന്നു പോകുവാനായിട്ടാണ് ഈ ടീം ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കുന്നത് എന്ന് വെച്ചാൽ പ്രപഞ്ച സൃഷ്ടിതാവിന്റെ ആഗ്രഹമാണ് നിങ്ങളിത് അറിയണമെന്നുള്ളത്. ആദ്യമേ എന്ന് സൂചിപ്പിക്കട്ടെ, ഇവിടെ പല മതപ്രസംഗങ്ങളും ഇത് മുമ്പ് ഉണ്ടായിട്ടുണ്ടാകാം. ഇതൊരു മതപ്രസംഗമല്ല. പകരം ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നമുക്ക് തരുന്ന ഒരു സ്നേഹ സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കേൾക്കുവാൻ പോകുന്നത്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, അതൊരു സംഘടനയുടെ പുസ്തകമല്ല, അത് ഗ്രൂപ്പിന്റെ പുസ്തകമല്ല. ജാതിയും മതവും സംഘടനയും ഇല്ലാത്ത സൃഷ്ടാവായ ദൈവം തന്റെ മക്കളായ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹ സന്ദേശമാണ്. നിങ്ങളൊരു ടി വി വാങ്ങിക്കുമ്പോൾ ടിവിയോടുകൂടെ ഒരു കൊച്ചു പുസ്തകം ഉണ്ടാവും, യൂസേഴ്സ് മാനുവൽ എന്ന് പറയും. ഇതേപോലെ മനുഷ്യന്റെ യൂസേഴ്സ് മാനുവലാണ് വിശുദ്ധ ബൈബിൾ. ഒരു മനുഷ്യൻ ആരാണ്, അവൻ എന്തിനാണ്, അവൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടേണ്ടത്, എന്തുകൊണ്ട് അവൻ മരിക്കുന്നു, മരിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അവൻ ആരെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, തുടർന്നുള്ള ജീവിതം എങ്ങനെ, ഇതൊക്കെ ആ യൂസേഴ്സ് മാനുവൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുവാനുള്ള സമയവും സാഹചര്യവും ഇല്ല. പകരം
ഈ ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വലോകത്തിന് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കും. അതോടെ യുഗം അവസാനിക്കും. എന്താണ് രാജത്വത്തിന്റെ സുവിശേഷം എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടെങ്കിൽ, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് രാജത്വത്തിന്റെ സുവിശേഷം. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതിന് മതപ്രഭാഷണമല്ല. അപ്പൊ എന്താണ് മതങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ആലോചനകളാണ് മതങ്ങൾ. എന്നാൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചനയാണ് രാജത്വത്തിന്റെ സുവിശേഷം. ചുരുക്കി പറഞ്ഞാൽ, രാജത്വത്തിന്റെ സുവിശേഷത്തിൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ, രാജത്വത്തിന്റെ സുവിശേഷത്തിൽ ജാതിയിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നിന്നെ അതിൽ നിന്നെല്ലാം വിടുവിച്ചെടുത്ത് നിന്നെ ഈ ഭൂമിയുടെ ഒരു ഭരണകർത്താവായി, ഒരു എം പിയോ എം എൽ എയോ മന്ത്രിയോ ആയിട്ടല്ല, പകരം യേശുക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമി വാഴുന്ന രാജാക്കന്മാരിൽ ഒരാളായി സ്വർഗത്തിലെ ദൈവം നിന്നെ നിയമിക്കുകയും അതിനു മുമ്പേ തന്നെ ദൈവ കുടുംബത്തിലെ PR പെർമനന്റ് റെസിഡൻസ്, HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് നിനക്ക് തരുവാൻ തക്കവണ്ണം നീ അറിയാത്ത ആത്മാക്കളുടെ പിതാവായ നിന്റെ സൃഷ്ടാവായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ സുവിശേഷം നിന്നെ ഒന്ന് അറിയിക്കുവാനാണ് ഈ ദേശത്തിലൂടെ ഈ ടീം കടന്നു പോകുന്നത്. എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് ചോദിച്ചാൽ, നിന്റെ സൃഷ്ടാവായ നീ അറിയാത്ത നിന്റെ അപ്പൻ നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. മരണമുള്ള നിന്നോടുകൂടെ മരണമില്ലാത്ത നിന്റെ അപ്പൻ നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം വരുന്നു. വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തന പുസ്തകം 50:3 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവം വരുന്നു. എന്തിനാണ്? നിന്നോടുകൂടെ ജീവിപ്പാൻ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ശരീരം ധരിച്ച യേശുവായി ഈ പ്ലാനറ്റിലേക്ക് കടന്നു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെടുക. അതിന്റെ അർത്ഥം ഇതാണ്, നിന്റെ അപ്പൻ നിന്നോടുകൂടെ താമസിക്കാൻ വരുന്നു. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. മനുഷ്യരോടുകൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടാവ്. എന്നാൽ ഈ സൃഷ്ടാവിനെ അറിയാത്ത ഒരു കൂട്ടം ജനം എങ്ങനെ എന്റെ ഒരു നേരത്തെ ആഹാരം ഒപ്പിക്കാം, എങ്ങനെ എനിക്ക് മരിക്കാതിരിക്കാം എന്ന് നോക്കി ആഹാരത്തിന് വേണ്ടി രാവിലെ മുതൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അതുകൊണ്ട് അരിയും ഗോതമ്പുമെല്ലാം വാങ്ങിച്ച് കഴിച്ച് എന്നാലോ ഈ അരിക്കും ഗോതമ്പിനും മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഈ മനുഷ്യൻ കഴിച്ച് മരിക്കുകയാണ്. ഇവനെ രക്ഷിക്കുവാനായിട്ട് ഇവന്റെ ശാസ്ത്രത്തിന് കഴിയുന്നില്ല, ഇവന്റെ മതത്തിന് കഴിയുന്നില്ല, ഇവന്റെ ആശുപത്രികൾക്ക്, ഇവന്റെ മെഡിക്കൽ ഷോപ്പുകൾക്ക്, ഇവന്റെ ആന്റിബയോട്ടിക്കുകൾക്ക്, ഇവന്റെ ഇഞ്ചക്ഷനുകൾക്ക്, ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തത്തിന്, ഈവൻ അനാലോഗ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനും അല്ല WWW വേൾഡ് വൈഡ് വെബിനും ഒന്നും കഴിയുന്നില്ല ഈ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ നീക്കുവാൻ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നാൽ ഈ രാജ്യത്തിന്റെ സുവിശേഷത്തിൽ നിനക്ക് കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ, നിന്റെ മരണത്തെ സ്വർഗത്തിലെ നിന്റെ അപ്പൻ, ഏതപ്പൻ? ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത നിന്റെ അപ്പൻ
നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരികയാണ്. പുതിയ സൃഷ്ടികർമ്മത്തിലൂടെയാണ് അത് ചെയ്തു തരുന്നത്. എന്നാൽ അത് പറയാനുള്ളൊരു അവസരവും സന്ദേശവും അല്ല ഇത്. പകരം രാജത്വത്തിന്റെ സുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണ് രാജ്യത്തിന്റെ സുവിശേഷം നടക്കുന്നത്? ഞാൻ കേട്ടു, നമ്മൾ ദൈവവുമായി ഒരു കുടുംബമായി മാറും. ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ജയിക്കുന്നവൻ ഇത് അവകാശം പ്രാപിക്കും. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ ജയിക്കുന്നവന് കിട്ടുന്ന അവകാശമാണ് സ്വർഗീയ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായുള്ള സംക്ഷിപ്തം. അതോടുകൂടെ നാം ഇപ്പോൾ കേട്ട പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? നാം ഊട്ടും ഭരണങ്ങൾ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറും. നമ്മെ ഊട്ടുന്ന നമ്മുടെ സൃഷ്ടാവിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ദൈവം ഈ ഭൂമിയെ ഭരിക്കും. ആ സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഇതാ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ദൈവരാജ്യം, ദൈവം ഭൂമിയെ ഭരിക്കുന്ന കാലം, ദൈവം മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന കാലം വരൂ. മനുഷ്യ നീ മാനസാന്തരപ്പെടുക, മനുഷ്യ നീ മാനസാന്തരപ്പെടുക. എന്നാൽ മനുഷ്യരിൽ നല്ലൊരു പങ്കു ഇത് കേട്ടിട്ടില്ല. കേട്ടവരോ നല്ലൊരു പങ്ക് കേട്ട പാവം പോലും നടിക്കുന്നില്ല. പ്രിയ മകനെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുവാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം തന്റെ മകനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനാണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും ഈ മരണത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത് എന്നെയും നിങ്ങളെയും സ്വർഗീയ കുടുംബത്തിൽ ദൈവത്തിന്റെ മകനാക്കി മാറ്റി എന്റെയും നിങ്ങളുടെയും കയ്യിൽ ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഈ ഭൂമിയുടെ ഭരണം നമ്മുടെ കയ്യിൽ തരുവാനാണ്. എന്റെ പ്രിയ മകനെ, പ്രിയ മകളെ, ഇത് നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ കോഴ്സിൽ ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു, ഏതാനും ദിവസങ്ങൾ ഇവിടെ സ്കൂളിൽ പോയി, അതിനുശേഷം ഒരു കോളേജിൽ പോയി, അതിനുശേഷം ഏതെങ്കിലും ജോലിയിൽ, ഒന്നില്ലെങ്കിൽ ഒരു വണ്ടിയിലെ ഡ്രൈവറായി, അല്ല എങ്കിൽ ഒരു കടയുടെ ബിസിനസ് ചെയ്ത്, അല്ല എങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്ത്, ഇതാ അല്ല എങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് നിങ്ങൾ അനുദിനം അന്നം കഴിക്കുന്നു. കഴിച്ച് ഇതാ മരണം നിങ്ങളെ പിടികൂടി. ഇതാ ഷുഗറായി, കൊളസ്ട്രോളായി, മറ്റസുഖങ്ങളായി മരണം നിങ്ങളെ പിടികൂടി പ്ലാനറ്റിൽ നിന്ന് പോകുന്ന നമ്മുടെ മാതാപിതാക്കന്മാരുടെ അതേ ലൈനിൽ നാമും പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ലഭിച്ച സത്വർത്തമാനമാണ് യേശുക്രിസ്തു പ്രസംഗിച്ച ഈ രാജത്വത്തിന്റെ സുവിശേഷം. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ കവലയിൽ നിന്ന് ധാരാളം പേര് പ്രസംഗിച്ചിട്ടുണ്ടാകാം. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. വളരെ നല്ലത്. എന്നാൽ ആ സുവിശേഷം ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇതാ ആ യേശുക്രിസ്തുവിനെ കുറിച്ച്, യേശുക്രിസ്തു മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ യേശു ചെയ്തതിനെ കുറിച്ച് അവർ പറഞ്ഞു. അത് പറയേണ്ടത് തന്നെയാണ്. എന്നാൽ ഈ സുവിശേഷത്തിന് അല്പം കൂടി വ്യത്യസ്തതയുണ്ട്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ചെയ്തത് മാത്രമല്ല, യേശു തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ വേളയിൽ ഇവിടെ എന്താണോ യേശു പറഞ്ഞത് അതും കൂടി ചേർത്ത് പറയുകയാണ്. യേശു പറഞ്ഞ സുവിശേഷത്തിന്റെ പേരാണ് രാജത്വത്തിന്റെ സുവിശേഷം. യേശു ചെയ്ത ആ മഹാസുവിശേഷമാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ യേശു പറഞ്ഞതും യേശു ചെയ്തതും നിങ്ങൾ രണ്ടും ഇപ്പോൾ കേൾക്കുകയാണ്. യേശു പറഞ്ഞത്, നിന്റെ സ്വർഗസ്ഥ പിതാവ് നിന്നോടുകൂടെ ജീവിക്കുവാനായിട്ട് കടന്നു വരികയാണ്. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെട്ടാൽ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന രീതിയിൽ വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് ദൈവത്തോട് കൂടെ പാർക്കാം. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്നു. എന്നാൽ അത് എങ്ങനെ എനിക്ക് സാധ്യമാകുമെന്ന് എന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ സുവിശേഷത്തിന്റെ ഉള്ളിലെ സുവിശേഷമായ